സൗപർണിക, ഇപ്പൊ ഇന്നിപ്പോ നമ്മൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ പോകാൻ കഴിയില്ല. കാരണം ചില മാധ്യമങ്ങളെങ്കിലും വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് മുൻപേ വന്ന ആരോപണങ്ങളായിരുന്നു. ഓഡിയോ റെക്കോർഡുകൾ, ചാറ്റുകൾ എല്ലാം പുറത്തുവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ രണ്ടുപേരെ, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു വശത്തും എതിർക്കുന്നവർ മറ്റൊരു വശത്തും. പക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയില്ല, നിയമ നടപടികളില്ല, അന്വേഷണം നടക്കുന്നില്ല, എല്ലാം ചാനലുകളിലൂടെയുള്ള ചില സ്വകാര്യമായ വെളിപ്പെടുത്തലുകൾ, ചില മാധ്യമ പ്രവർത്തകരോട് ആ പെൺകുട്ടി സ്വകാര്യമായി പറഞ്ഞു എന്ന, ശരിക്കും മാധ്യമ പ്രവർത്തനം തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ട ഒരു വിഷയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ എന്നോടൊരാൾ സ്വകാര്യമായി പറഞ്ഞ കാര്യത്തെ ഒരു വാർത്തയായിട്ട് പറയാൻ കഴിയുമോ? ഇല്ല. അതിന്റെ തെളിവുകൾ പുറത്ത് കാണിക്കണം. അതൊരു ഇപ്പൊ ആർക്കും ആരുടെ പേരിലും ഒരു ചാറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കാൻ കഴിയും. ഒക്കെ വന്ന എയുടെ കാലമായതുകൊണ്ട് കോൾ റെക്കോർഡും എല്ലാം കൃത്രിമമായി സൃഷ്ടിക്കാനും കഴിയും. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ഓഡിയോ ക്ലിപ്പിന്റെയും ഒരു ചാറ്റ് ഹിസ്റ്ററിയുടെയും സ്ക്രീൻഷോട്ടിന്റെയും പേരിൽ രാഹുലിനെതിരെ ആക്രമണങ്ങൾ വന്നു. എന്നാൽ പോലും ആ സമയത്ത് കോൺഗ്രസ് നേതൃത്വം ചെയ്തത് എന്തായിരുന്നു? രാഹുലിനെതിരെ നടപടിയെടുത്തു. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പുറത്താക്കി. പക്ഷെ ഇപ്പോ ഒരു വിഷയം, ഒരു ഗർഭം മറ്റേ ഈ സീരിയലിലൊക്കെയാണ് പറയുന്നത്, 3 വർഷമായിട്ടും പ്രസവിച്ചില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഒരു ഗർഭത്തിന്റെ കഥ. ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അതേ ഗർഭത്തിന്റെ വെളിപ്പെടുത്തലുകൾ. ഈ വെളിപ്പെടുത്തലുകളെ ഒന്നിച്ച് അന്ന് നടത്താത്തത് എന്തായിരുന്നു എന്നാണ് എന്റെ സംശയം. ഇപ്പോ നമ്മൾ ഇതെല്ലാം ഒന്ന് ഇപ്പൊ പൊതുജനം കഴുതയെന്ന് പൊതുവെ പറയുമെങ്കിലും ഇപ്പൊ ആരും അത്ര കഴുതയൊന്നുമല്ല. കാരണം ഇപ്പോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അത് ഈ സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു കാര്യമാണ്. ഏറെ ഗൗരവതരമായ ഒരു വിഷയമാണ്. പ്രതിപക്ഷം, എനിക്ക് അറിഞ്ഞുകൂടെ ഈ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തണുപ്പൻ രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ സാധാരണ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ദേവസ്വം മന്ത്രിയൊക്കെ വലിച്ചു താഴെയിടണം എന്ന് സാധാരണക്കാർ പോലും ആഗ്രഹിക്കുന്നിടത്താണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസോ അയ്യപ്പനിലൂടെ വളർന്നു വന്ന കേരളത്തിലെ BJP യോ KJP അവർ പോലും, അതായത് ഈ ഒരു വിഷയത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് ഒരു പ്രതികരണം, പ്രതിഷേധം ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ആ അവസരത്തിൽ പാർട്ടി സെക്രട്ടറി, CPM-ന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്, ഇപ്പോ ഈ ആരോപണ വിധേയരായ ദേവസ്വം പ്രസിഡന്റുമാരെല്ലാം അറസ്റ്റിലായി അഴിക്കുള്ളിലാണ്. എന്നിട്ട് പോലും MV ഗോവിന്ദൻ പറയുന്നത് അവർക്കെതിരെ നിയമ നടപടി, അവർ തെറ്റുകാരാണെന്ന് തെളിയട്ടെ, അപ്പോൾ പാർട്ടി നടപടി എടുക്കാമെന്നാണ് പറയുന്നത്. പാർട്ടിക്ക് അനഭിമതരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ആരോപണം വന്നാലും നടപടി എടുത്തിട്ടുള്ള പാർട്ടിയാണിത്. പക്ഷെ ഇവർ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണെന്നതാണോ അതോ ഇവർക്കെതിരെ നടപടി എടുക്കുമ്പോൾ അത് പാർട്ടി വെട്ടിലാകുമോ എന്ന്? പാർട്ടിയിലെ പല ഉന്നതരും അതിൽ കുടുങ്ങുമോ? ഇതൊന്നും നമ്മൾ രഹസ്യമായി പറയേണ്ട കാര്യമില്ല. കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ഇവർക്കൊന്നും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പോ ഇവരുടെ നേർക്ക് വിരൽ ചൂണ്ടപ്പെടും എന്നുള്ള, അതായത് ആ ഒരു ചർച്ച അവരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഗർഭവിഷയം അതിനെ EMI-കളായിട്ടാണ് ഇപ്പൊ ഇവര് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു മാധ്യമ പ്രവർത്തകയോട് ഈ പെൺകുട്ടി അന്ന് കുറച്ചുനാൾ മുൻപേ രഹസ്യമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അന്ന് ഈ കോൾ റെക്കോർഡ് കൊടുത്തില്ലായിരുന്നു, ഈ സ്ക്രീൻഷോട്ട് കൊടുത്തില്ലായിരുന്നു. അന്ന് ഇതെല്ലാം കൂടെ പുറത്തുവിടാത്തത് എന്തായിരുന്നു? അപ്പോ വെച്ചേക്കുവാണ് LDF-നെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ, ഇപ്പോഴത്തെ ഭരണകക്ഷിക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ ഇത് കുറേശ്ശെ നമുക്ക് പുറത്തിറക്കാം എന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ലേ നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്? തീർച്ചയായും ചേച്ചി, ഇതിന്റെ അകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങള് ഒരു സമയത്ത് ഭയങ്കര കത്തി നിൽക്കുകയും പാർട്ടി ഈ വിഷയം വന്ന സമയത്ത് തന്നെ ചേച്ചി പറഞ്ഞതുപോലെ കേസുകളോ മറ്റോ ഒന്നുമില്ലാതിരുന്നിട്ടും കോൺഗ്രസ് പാർട്ടി മാതൃകാപരമായ ഒരു നിലപാടെടുക്കുകയും രാഹുലിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം രാഹുൽ നിയമസഭയിൽ വന്നിരുന്നു. അതിനുശേഷം ഇപ്പൊ പരിപാടികളിൽ സജീവമായി. അതെ, അതായത് ആൾക്കാരുടെ സപ്പോർട്ട്, കോൺഗ്രസ്സുകാർ പോലും ഇപ്പോ ഒഫീഷ്യലി പാർട്ടി രാഹുലിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പ്രവർത്തകർ, കോൺഗ്രസ്സുകാർ എല്ലാം ഒരു വലിയ വിഭാഗം തന്നെ രാഹുലിന് പിന്നിലുണ്ടായിരുന്നു. പിന്നെ മന്ത്രിമാർക്കൊപ്പം ശിവൻകുട്ടിയോടൊക്കെ ഒപ്പം വേദി പങ്കിട്ടു. അപ്പോഴൊന്നും രാഹുലിനെതിരെ വലിയ വിമർശനങ്ങളോ വീണ്ടും എല്ലാം ഒന്ന് കെട്ടടങ്ങി നിൽക്കുന്നു. രാഹുൽ വീണ്ടും സജീവം പ്രവർത്തകനാകുന്നു, അല്ലെങ്കിൽ വീണ്ടും സജീവമായി പാലക്കാട് വരുന്നു. ആ സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിഷയം വരുന്നു.
CPM-ന്റെ ഏറ്റവും അടുത്ത ആളുകളെല്ലാം അറസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും രാഹുലിനെതിരെ വളരെ പെട്ടെന്ന് തെളിവുകൾ പുറത്തു വരുന്നു. ഇതിന്റെ അകത്ത് രാഹുൽ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഈ പെൺകുട്ടി എന്തുകൊണ്ട്, എന്റെ സംശയമാണ് ചേച്ചി, എന്തുകൊണ്ട് ഈ പെൺകുട്ടി പരാതിയുണ്ട് അല്ലെങ്കിൽ എന്താണ് അത്രത്തോളം സ്നേഹിച്ച ഒരാൾ വഞ്ചിക്കുമ്പോൾ എന്തുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല? രാഹുലിനെ തകർക്കാനായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് അപ്പുറം മറ്റെന്തെങ്കിലുമാണ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഇപ്പം ഞാൻ ഇരയാക്കപ്പെട്ടു എന്ന് ആ പെൺകുട്ടിക്ക് തോന്നുന്നുണ്ട്, പ്രതികരിക്കണമായിരുന്നെങ്കിൽ രാഹുൽ സ്ഥാനാർത്ഥിയായ സമയത്ത് പ്രതികരിക്കാമായിരുന്നു. ആ സമയത്ത് പ്രതികരിക്കാമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഒരു ഇപ്പോ ബന്ധത്തിൽ ഏർപ്പെടുക, സ്നേഹബന്ധത്തിലാവുക, അതിനുശേഷം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതൊക്കെ ഇപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞു. കാരണം എല്ലാ രീതിയിലും രണ്ടുപേർക്കും ഒന്നിച്ചു ജീവിക്കാൻ കഴിയുമോ എന്ന് നോക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്ന ഒരു യുവതലമുറയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നതൊന്നും ഒരു തെറ്റായിട്ട് ഇവിടെ ആരും കരുതുന്നില്ല. ഇപ്പോ ഗർഭിണിയായി കഴിഞ്ഞാൽ, വിവാഹിതയാകും മുന്നേ ഗർഭിണിയായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഒറ്റയ്ക്ക് ചുമക്കാൻ കഴിയും എന്ന ഒരു ധാരണയില്ലാത്തൊരു പെൺകുട്ടി ഇപ്പൊ എത്ര സ്നേഹിക്കുന്ന ഒരാണിനെ ആയാലും ശരി, അയാൾ നിർബന്ധിക്കുകയാണ് ഒരു കുട്ടി ഉണ്ടാക്കണം, വിവാഹത്തിന് ശേഷം കുട്ടി ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാനുള്ള ആ ഒരു ആർജവം എന്തുകൊണ്ട് ഈ പെൺകുട്ടി കാണിച്ചില്ല? ഈ പെൺകുട്ടി എന്നല്ല, ഈ നാട്ടിലെ ഏതൊരു പെൺകുട്ടിയും, ഇനി എത്ര പഞ്ചാരയിൽ സ്വർണം ഉരുക്കി കൊടുക്കുന്ന കാമുകനെ ആയാലും ശരി, വിവാഹത്തിന് ശേഷം മതി കുട്ടി ഉണ്ടാക്കുന്നത്. വിവാഹത്തിന് ശേഷം പോലും ഒരു കുറഞ്ഞതൊരു 6 മാസമെങ്കിലും ഒന്നിച്ച് ജീവിച്ച് അയാൾ ഇവർക്കുണ്ടാകുന്ന കുട്ടിയെ, അതായത് പൂർണ്ണമായും ആ കുട്ടി മാനസികാരോഗ്യത്തോടെയും നല്ല രീതിയിലും അതിനെ വളർത്താൻ ഈ രണ്ടുപേർക്കും കഴിയുമോ, അച്ഛനമ്മ എന്ന നിലയിൽ കഴിയുമോ എന്ന് ഉറപ്പിച്ച ശേഷം മാത്രം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നതിന് പകരം, പ്രണയത്തിലിരിക്കുമ്പോൾ വിവാഹത്തിന് മുന്നേ, അതായത് ഒരു എൻഗേജ്മെന്റ് പോലും കഴിയുന്നില്ല, വിവാഹം യാതൊരു ഉറപ്പുമില്ലാതെ അയാൾക്ക് കുട്ടി വേണമെന്ന് പറയുമ്പോൾ ഗർഭിണിയാകാൻ നിന്നുകൊടുത്ത ഈ യുവതി എന്താണ് പറയേണ്ടത്? ഇത് എട്ടും പൊട്ടും തിരിയാത്ത ഏതെങ്കിലും ഒന്നും അറിയാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത, വിവരമില്ലാത്ത, ലോകം കാണാത്ത ഒരു പെൺകുട്ടിയല്ല. ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ദിവസേന എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളിലൂടെയാണ് കടന്നു പോകുന്നത്, ഇല്ലേ? ഇപ്പോ എനിക്ക് ഞാൻ ഏജ്ഡ് ആണെന്ന് പറയാം, ഇത്രയും കാലം കഴിഞ്ഞു. ഇപ്പൊ സൗപർണിക തീരെ ചെറിയ പ്രായമാണ്. ഇപ്പൊ സൗപർണികയ്ക്ക് പോലും ഒരു ബോധ്യമില്ലേ? നമ്മൾ ദിവസേന കാണുന്ന വാർത്തകളാണ്. വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടനവധി വാർത്തകളാണ് നമ്മൾ ദിവസേന വായിച്ച് കടന്നു പോകുന്നത്, ഇല്ലേ? അപ്പൊ ഒരു സാമാന്യ ബോധം എന്ന് പറഞ്ഞ, എത്ര ഇനി പ്രേമം എന്ന് പറഞ്ഞാലും ശരി, ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടോളൂ, നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചോളൂ, ലിവിങ് റിലേഷൻഷിപ്പിൽ ആയിക്കോളൂ, പക്ഷേ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യം അല്ല ചേച്ചി. ഇനി മറുഭാഗത്ത് വേറൊരു കാര്യം ഉണ്ടല്ലോ, അങ്ങനെയാണ് അല്ലെങ്കിൽ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു, ഇവര് സെക്ഷൽ റിലേഷൻ ആവുകയും ആ പെൺകുട്ടി ഗർഭിണിയാവുകയും ചെയ്തു, രാഹുൽ പിന്മാറി. എന്തുകൊണ്ട് ആ സമയത്തൊന്നും ഈ പെൺകുട്ടി പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അത് വെച്ചിരിക്കുന്നു, EMI ആയിട്ട് വെച്ചേക്കുമല്ലേ. അടുത്ത ആരോപണം, അതായത് LDF സർക്കാരിനെതിരെ, CPM-നെതിരെ അടുത്ത ആരോപണം വരുമ്പോൾ അടുത്ത വെളിപ്പെടുത്തലുകൾ നടത്താം. ഇനിയിപ്പോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിപ്പോ കൊടുക്കില്ല, എന്തായാലും ഇപ്പൊ കൊടുക്കില്ല. ഇപ്പൊ ഇനി അടുത്ത ഈ ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്ന സാധനം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അടുത്ത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ജനശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകും എന്നാണ്. ഇനിയിപ്പോ December 8-ന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാനിരിക്കുകയാണ്. അപ്പോ ഇവർ കണക്ക് കൂട്ടുന്നത് ആ December 1-ാം തീയതി മുതൽ ഈ ചർച്ചയ്ക്കൊന്ന് ഇപ്പോഴേ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങളെല്ലാം ആ കേസിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ December 1-2 ആഴ്ച ആ കേസുമായി ബന്ധപ്പെട്ട് ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ പോകും. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് എന്തായാലും ആ കേസിന്റെ ഒരു തീരുമാനമായിട്ടാണ്. അല്ല ചേച്ചി, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടണം എന്ന അഭിപ്രായമാണ് എനിക്ക്. എപ്പിസോഡ് ഇതോടെ അവസാനിപ്പിക്കുക. മെഗാ സീരിയൽ പോലെ 3 വർഷം നീണ്ടു നിൽക്കുന്ന ഗർഭമൊന്നും വേണ്ട. ഇനി അഥവാ ആ ഗർഭത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടുക, അല്ലാതെ നിങ്ങളുടെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് വെളിയിലിടണം. അത്രയേ ഉള്ളൂ.